ഹലോ ഗൈസ്, ഐ എം ബാക്ക്. കുറച്ച് നേരത്തെ വന്ന് വെച്ചാൽ നന്നായി എന്ന് വിചാരിക്കണ്ട. ആഗ്രഹമില്ലായിട്ടൊന്നുമല്ല, പറ്റണ്ട്. യൂട്യൂബുകാർ ഞാൻ പറയാലോ, വീഡിയോ എഡിറ്റ് ചെയ്ത് ഞാൻ പബ്ലിക് ചെയ്യാൻ വേണ്ടി അപ്ലോഡ് ആക്കി കഴിഞ്ഞാൽ അപ്പാട് മഞ്ഞ കളർ അങ്ങ് ആക്കി തരും വീഡിയോ. പിന്നെ അത് അപ്പീൽ കൊടുത്തിട്ട് ആ മഞ്ഞ കളർ പോണെങ്കിൽ മിനിമം 4-5 ദിവസം എടുക്കും. അതുവരെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ഈ മഞ്ഞ കളർ അപ്പീൽ കൊടുത്തിട്ട് അപ്രൂവൽ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാലേ പിന്നെ പബ്ലിക് ആക്കാൻ പറ്റത്തുള്ളൂ. ചുമ്മാ ഒരു ആവശ്യമില്ലാണ്ട് എന്റെ വീഡിയോയിൽ എന്തെല്ലോ വയലൻസ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടാണ് മഞ്ഞ കളർ തരാൻ. എന്നിട്ട് ഓരെന്നെ ചെക്ക് ചെയ്ത് എന്നിട്ട് ഒന്നും ഇല്ലാന്ന് പറയും. എന്നിട്ട് പിന്നെ അത് അപ്രൂവൽ അല്ല. പിന്നെ എന്തിനാ ഈ മഞ്ഞ കളർ ആക്കി തരുന്നതെന്ന് എനിക്ക് മനസ്സിലാത്തത്. മനുഷ്യനടകാറാക്കാൻ വേണ്ടിട്ട്. എന്നാ പിന്നെ ഫസ്റ്റ് പേഷ്യന്റ് പോരട്ടെ. ഒരുണ്ട് ഉമ്മ, നിങ്ങളെ മറ്റേ തുടക്കുന്ന മോപ്പിന്റെ വടി കാണാണ്ടായി പോയി നടക്കില്ലേ? അത് കിട്ടിക്കുണ്ട്, ഇതവിടെ ഉണ്ട്. കൊട്ടത്തേങ്ങ ഉമ്മ വേണ്ടാന്ന് പറഞ്ഞോണ്ട് മാത്രം ഞാൻ പറിക്കുന്നില്ല. പക്ഷെ മറ്റന്നാൾ പുട്ട് ചുടുമ്പോ കുറ്റിയിൽ നടക്കാൻ തേങ്ങ വേണ്ട വരും. അന്നേരം ഞാൻ പറിച്ചോളൂ. ഇന്ന് രാവിലെ ഞാൻ ഒരു മരണത്തിന് പോയിരുന്നു. മരണം കഴിഞ്ഞപ്പോൾ ഭയങ്കര വിശപ്പ്. അങ്ങനെ ഞങ്ങൾ KFC കയറി. വ്ളോഗ് ചെയ്തിട്ട് പിരാന്തായത് ഒരുത്തരാ തോന്നിട്ട്. എന്നാലും ഒരു മഴയൊക്കെ വേണ്ടേ? പല ഇഡ്ഡലി പൂട്ടലാണെങ്കിൽ എന്നാലും ഓക്കെ. മരണം കഴിച്ചു നേരെ KFC പോയി. വാവ്. എന്തായാലും ജീവിച്ചിരിക്കുമ്പോ മാത്രമേ തിന്നാൻ കഴിയത്തുള്ളൂ. തിന്നത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ബാക്കി എന്ത് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. അതുകൊണ്ട് നീ തിന്നോടാ. കള്ളനാണോ? കക്കാവുന്നതാണോ? ആ, എന്നിട്ട് ആ ശരിയെന്നാ. ശരിയേ? നല്ല പൊട്ടനായ കള്ളൻ. ബുദ്ധി കൂടിപ്പോയ കള്ളനാണ് ഗൈസ് ഇത്. പെട്ടി തലയിലിട്ടിട്ട് ക്യാമറ കാണാണ്ട് വന്നതാ. ക്യാമറ എവിടെയാന്ന് കണ്ടുപിടിക്കേണ്ടിട്ട് പെട്ടി മാറ്റിട്ട് നോക്കിയോന്. മികച്ച കള്ളനുള്ള ഇപ്രാവശ്യത്തെ അവാർഡ് എനിക്ക് കൊടുക്കണോ? കക്കാമെന്ന സാധനം എനിക്ക് കിട്ടിയോ എന്തോ. ഈ ബുദ്ധിയും വെച്ചിട്ടോ കക്കാമെന്ന സംഭവം വരെ ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാവും. കട്ടിട്ട് പിടിച്ചിട്ട് ലാസ്റ്റ് ഈ വീഡിയോ ക്ലിപ്പ് തന്നെ ഓൻ കുത്തിയിട്ട് കാണുന്നവന്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. എട്ടാം വയസ്സിലോ അല്ല 10ാം വയസ്സിലോ എത്രാമത്തെ വയസ്സിൽ എന്തോ ഒരു സംഭവം കുത്തിവെക്കലില്ലായിരുന്നു. ജനിച്ചിട്ട് 6 മാസം കഴിഞ്ഞിട്ടോളി എന്തോ ഒരു സംഭവം കുത്തിവെക്കുമായിരുന്നു. മറ്റേ പോളിയോന്റെ എന്തോ ഒരു സംഭവം. അത് കുത്തിയത് കൂടിപ്പോയിട്ടാണ് അല്ല കുത്താണ്ട് നിന്നിട്ടാണോന്ന് എനിക്കറിയത്തില്ല. ബാക്കിലിരിക്കുന്ന ആൾക്കാരെല്ലാം ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, കുടുംബം അടക്കം അങ്ങനെ ആലോചിക്കുന്നുണ്ട്, വല്ല വായ എങ്ങാനും വെച്ചാ മതിയേനു. നിങ്ങൾ സിംഗിൾ ആണോ? നിങ്ങളാവാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ആപ്പ് ഞാൻ പരിചയപ്പെടുത്തും. ഇതാണ് നമ്മുടെ ആപ്പ്. നിങ്ങൾ സിംഗിൾ ആണോ? നിങ്ങൾക്ക് മിംഗിൾ ആവാൻ വേണ്ടിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിന്റെ പേരാണ് ബബ്ബബ്ബ. ബബ്ബബ്ബ കേറിട്ട് നിങ്ങളൊരു അക്കൗണ്ട് ഉണ്ടാക്കാം. അപ്പൊ പിന്നെ നിങ്ങൾ ബബ്ബബ്ബയാവും. അതോടെ നിങ്ങളെ സിംഗിൾ ലൈഫ് മൂഞ്ചിട്ട് ബബ്ബബ്ബ ലൈഫ് ആവും. ഓക്കെ, എല്ലാരും ബബ്ബബ്ബ ഇൻസ്റ്റാൾ ചെയ്യും. ഈ ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്ത ആളെ ഞാനൊന്നും പറയുന്നില്ല. പക്ഷേങ്കിൽ ഈ ആപ്ലിക്കേഷന് പേരിട്ട ആളാണ് എനിക്ക് കാണേണ്ടത്. വേറെ പേരൊന്നും എനിക്ക് കിട്ടിയില്ല. ബബ്ബബ്ബ. ബബ്ബബ്ബയല്ല, ബബ്ബബ്ബ ബളി. My father is my role model and my hero. My father is a very hard worker. My father is my hero. She is my mother. My mother is a homemaker. My mother. I'm telling bad words and good words. Good habits, bad habits. Over to school, I come to home. My mother is a eat snacks. No snacks. Take money. You go buy snacks. First of all, my father, my mother tell thank you.
and also teachers also thank you this opportunity give me. ഞാൻ ഇന്ന് പൊറോട്ട തിന്ന് കുണ്ടി അടഞ്ഞു പോയി. കക്കൂസി പോയിട്ട് അപ്പൊന്നും വന്നില്ല. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കക്കൂസിൽ ഇരുന്നത്. അപ്പോഴാണ് വെല്ലുപ്പ പറഞ്ഞത്, കുഞ്ഞിപ്പായോ റോബസ്റ്റ് കായോ തിന്നാലേ പെട്ടെന്ന് അപ്പി പോവ്. എന്താ ഇംഗ്ലീഷ് എല്ലാത്തിന്റെ കൂടെ അങ്ങ് പാവ തന്തയും തള്ളയും. മോഹന് കാര്യമായിട്ട് എന്തോ ഇംഗ്ലീഷ് പറയുന്നതെന്ന് വിചാരിച്ചിട്ട് രണ്ടാളും നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്ത് നിക്കുന്നുണ്ട് guys. My father is my role model and my hero. My father is a very hard worker. വളരെ പ്രൗഡായിട്ടാണ് ആ തന്തയും തള്ളയും നിക്കുന്നത്. എന്റെ മോനെ കാര്യമായിട്ട് എന്തോന്ന് ഇംഗ്ലീഷ് പറയുന്നുണ്ട്. എന്റെ മോന് വളരെ ലോക വിജ്ഞാനമുള്ള ഒരു ചെക്കനാണ്. അവനിക്ക് കുറെ ഇംഗ്ലീഷ് അറിയാം. ഹായ് ലുക്കളെ, അപ്പോ ഇതൊന്ന് കണ്ടു നോക്കി. ഇത് ചോറ്, ഓക്കെ കണ്ടില്ലേ? ചോറ്. ഓക്കെ, ഇത് നെയ്യ്. ഇപ്പൊ നെയ്ച്ചോറ്. ഇപ്പൊ നെയ്ച്ചോറ്. നെയ്ച്ചോറ്. അത് സംഭവം കിട്ടിക്കിട്ടാ കിട്ടിക്കി. ഇപ്പൊ നെയ്ച്ചോറ്. നെയ്ച്ചോറ്. എന്താ കോമഡി കൊണ്ട് ചിരിച്ച് ഓന്റെ മൂലത്തിൽ കൂടെ അവൻ ശ്വാസം വിടുന്നത്. ഇപ്പൊ അവനക്ക് ശ്വാസം വിടാൻ വരെ പറ്റുന്നില്ല ചിരിച്ചിട്ട്. ഇവനിക്ക് പിന്നെ നമുക്ക് അറിയാം, ഓൾറെഡി നമുക്ക് അറിയാം ഇതിലുള്ള സാധനം താഴത്തുള്ള സാധനം ഇതിന്റെ ഉള്ളിലുള്ള കാര്യം നമുക്കറിയാം. ഇതാരത് പൈസ കൊടുത്ത് നിപ്പിച്ചാണ് ചിരിക്കാൻ വേണ്ടിട്ട്. പുതിയ ആരോ ഇത് എനിക്കറിയത്തില്ല. പക്ഷെങ്കില് പറഞ്ഞതിന് ശേഷം അവന്റെ കാല് ചവിട്ടുന്നുണ്ട്. ചിരിക്കണോന്ന് പറഞ്ഞിട്ട് മുക്കി ചിരിച്ചിട്ട് ശ്വാസം വിടാൻ വരെ ഇതില്ല. നെയ്ച്ചോറ്. नापत के जी कमिश्नर गेस दी वेट इस इलाके में एक ही आदमी पावरफुल है और वो है शमशेर सिंह. ശരിയാ മോനെ, പോയിട്ട് അടുത്ത വെള്ളിയാഴ്ച വാ കേട്ടോ. നീ ബിൽഡ് ചെയ്യേണ്ടത് ബോഡി അല്ല ബുദ്ധിയാണ്. ആദ്യം പോയിട്ട് ബുദ്ധി ബിൽഡ് ചെയ്തിട്ട് വന്നിട്ട് ബോഡി ബിൽഡ് ചെയ്യും. ബുദ്ധി ഇല്ലാത്തവിടത്തെ കാര്യം നീ ബോഡി ബിൽഡ് ചെയ്തിട്ട് കാര്യമില്ല. ആദ്യം ബുദ്ധിയാണ് ബിൽഡ് ചെയ്യേണ്ടത്. ഒട്ടനാണല്ലോ അഭിനയിക്കാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ആരൊക്കെ പറഞ്ഞോട് കഥ നിലത്ത് വെച്ചിട്ടല്ല പൊന്തിക്കുന്നത്. അത് തൂക്കിയിടാ ബോഡി വെയിറ്റിൽ അത് ഫുള്ളായിട്ട് വേണോ ഗൈസ്? ഇപ്പത്തെ എല്ലാരും തലച്ചോറ് എവിടെയല്ലേന്ന് അറിയാം നിങ്ങൾക്ക്? കുണ്ടിയില്. എനിക്കറിയത്തില്ലടാ ഇവർക്കല്ലേ കക്കൂസിനോട് എന്താണ് ഇത്ര താല്പര്യോ? അല്ലേലും എന്റെ വീഡിയോ ഞാൻ മര്യാദയ്ക്ക് ചെയ്യാന്ന് വിചാരിക്കുമ്പോ എല്ലാ മാതിരി കക്കൂസ് വരും. എന്നിട്ടാണ് എന്റെ വായി ഇങ്ങനെ കക്കൂസ് ആവുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. കഴിഞ്ഞ ഞാൻ റിയാക്ട് ചെയ്തൊരു വീഡിയോയിൽ ഒരുത്താൻ കക്കൂസിൽ ഇരുന്നിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഇവർക്ക് കക്കൂസിനോട് എന്താ ഇത്ര താല്പര്യം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കക്കൂസ് വീഡിയോ എടുക്കാനുള്ള സ്ഥലമില്ലടാ, തൂറാനുള്ള സ്ഥലം. അത് മനസ്സിലാക്ക്. രമലേശ ബുദ്ധിയില്ല ഇരിക്കുന്നു. കക്കൂസിൽ പോയിട്ട് വീഡിയോ എടുക്കുന്നത് വല്ല അപ്പിടുന്ന ട്യൂട്ടോറിയൽ ആണെങ്കിൽ എന്നാലും പ്രശ്നമില്ലായിരുന്നു. കക്കൂസ് നിൽക്കിയിട്ട് ഡാൻസ് കളിക്കുന്നു, ഈ ക്രീമിയൊക്കെ കളിക്കുന്ന പോലെ. എന്താ ആൾക്കാരെ പഠിച്ചോനെ ഇത്. അപ്പൊ ഇന്നത്തെ ഈ യുദ്ധം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മൊത്തം കണ്ടന്റ് എനിക്ക് നിങ്ങൾ തന്നെയാണ് അയച്ചു തരുന്നത്. ഒന്നും ഞാൻ തപ്പി പിടിച്ചെടുക്കുന്നൊന്നല്ല. സോ എന്നും ഇതുപോലത്തെ നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് അയച്ചു തരാം. പിന്നെ അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ.